ഹായ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഫിജിക്കാർട്ടിലെ പുതിയ വെബ്സൈറ്റിൽ എങ്ങനെയാണ് റിവാർഡ് വാല്യൂ വാലറ്റിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഫിജിക്കാർട്ട് ഓപ്പൺ ചെയ്യുക. റീവാലറ്റ് പർച്ചേസിങ്ങിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് നമ്മൾ ഐഡിയിൽ ലോഗിൻ ചെയ്തുകൊണ്ട് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷനിൽ കയറി നമ്മളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് ആണോ എന്ന് പരിശോധിക്കുക. പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ കൃത്യമായിട്ട് വ്യൂ എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ നോമിനി ഡീറ്റെയിൽസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്ഡേഷൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് ഇ വാലറ്റ് പർച്ചേസ് നടത്താൻ സാധിക്കില്ല. ആദ്യമായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ 3 ലൈൻസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. മൈ ഓർഡേഴ്സിൽ ഓർഡർ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ മോഡ് ഓഫ് ഡിസ്പാച്ച് എന്ന് കാണാം. ഞാൻ സ്റ്റോർ പിക്കപ്പ്, അതായത് സ്റ്റോറിൽ പോയി നേരിട്ട് പ്രൊഡക്റ്റ് പിക്ക് ചെയ്യുന്ന ഓപ്ഷനിലാണ് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബൈ ഹാൻഡ് പിക്കപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഓർഡർ റിക്വസ്റ്റ് ടു ഏത് സ്റ്റോറിൽ നിന്നാണ് എടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ കൽപ്പറ്റ സ്റ്റോറിൽ വയനാട്ടിലുള്ള കൽപ്പറ്റ സ്റ്റോറിൽ നിന്നാണ് എടുക്കുന്നത്. അതിനുശേഷം ഗോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. സെർച്ച് ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ പ്രൊഡക്ട്സ് പാക്കേജസ് എന്ന് കാണാം. ഞാൻ പ്രൊഡക്ട്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്, പാക്കേജ് രൂപത്തിലല്ല. അതുകൊണ്ട് തന്നെ പ്രൊഡക്ട്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഏത് പ്രൊഡക്റ്റാണോ ഞാൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് ഇവിടെ സെർച്ച് ബാറിൽ എൻ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഗ്രീൻ പീസ് 1 kg ഗ്രീൻ പീസ് സെലക്ട് ചെയ്തതിനു ശേഷം ആഡ് കാർട്ട് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും സെർച്ച് ഓപ്ഷനിൽ വന്നുകൊണ്ട് ഞാൻ അടുത്തതായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ഇവിടെ എൻ്റർ ചെയ്യുന്നു. ഫിജി ഗ്രീൻ ഡ്രൈഡ് ഗ്രേപ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഗ്രേപ്പ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അതും ഞാൻ ആഡ് കാർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ഒരു കാർട്ട് ചെയ്ത കൊട്ടയുടെ എംബ്ലം ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്. ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ പ്രൊഡക്റ്റ് കാണാം. ഒരു ബില്ല് ഇവിടെ വന്നിട്ടുണ്ടാവും. അതിൻ്റെ എമൗണ്ട് 220 രൂപയാണ്. ഇവിടെ മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ റിഡംഷൻ വാലറ്റ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഈ വാലറ്റിൽ നിന്നും അത് ഓട്ടോമാറ്റിക്കലി കട്ടാവും. അവൈലബിൾ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് 223 രൂപ. നമുക്ക് 220 രൂപയാണ് വന്നിട്ടുള്ളത്. ഓർഡർ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ഓർഡർ ഇവിടെ കൽപ്പറ്റ സ്റ്റോറിൽ വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം വന്നിട്ടുള്ളത്. താങ്ക് യു.